എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ ഒരുപാട് കേട്ട് കാണും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ. VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ, റവന്യൂ വകുപ്പിന് കീഴിൽ ഉള്ള നിയമനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഒരു അഭിമാന പദവിയാണ്, പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പദവിയാണ്. ചെറിയ പ്രായത്തിൽ നിയമനം കിട്ടിയാൽ റവന്യൂ വകുപ്പിലെ ഉയർന്ന തസ്തികയിലേക്ക് തന്നെ എത്താൻ കഴിയുന്ന ഒരു പദവിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ VFA പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. VFA നോക്കുക, അവസാന നോട്ടിഫിക്കേഷൻ വന്നത് എന്നാണെന്നാണ് ചോദ്യം അല്ലേ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കാത്തത് നിങ്ങൾ ആരുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം, അവസാനം പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നത് എന്ന്, ഇതല്ലേ ചോദ്യം. അപ്പൊ എന്നായിരിക്കും പറയാമോ? 2021 അവസാന പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. കണ്ടോ, ഏതാണ്ട് 4 വർഷക്കാലം പിന്നിട്ടു. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു 2021. അതായത് നമ്മുടെ സിലബസ് പരിഷ്കരണമൊക്കെ നടപ്പിലാക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് VFA പരീക്ഷ അവസാനം നടത്തിയത്. കൃത്യമായി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണണോ നിങ്ങൾക്ക്? ഒന്ന് നോക്കിയാലോ. ഉദ്യോഗാർത്ഥികളെ, 368/2021 368/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു 15/9/2021 ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. റവന്യൂ വകുപ്പിന്റെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നറിയപ്പെട്ട തസ്തിക. ശമ്പള സ്കെയിൽ ഇവിടെ പഴയാണ്, 17,000 37,500 എന്നാൽ ശമ്പള പരിഷ്കാരം വന്നിട്ടുണ്ട്. 26,000 മുതലൊക്കെ ആയിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പൊ എന്താണെങ്കിലും ശരി, 2021 പഴയ നോട്ടിഫിക്കേഷൻ. അപ്പൊ നമുക്കറിയാം ഇത് ഡിസ്ട്രിക്ട് വൈസ് പരീക്ഷയാണ്, സ്റ്റേറ്റ് വൈഡ് അല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളോടെ ഒരു നോട്ടിഫിക്കേഷൻ ഇതാ വരും. ഇത് 2021 പഴയ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് പ്രകാരം പരീക്ഷ നടന്നു, നിയമനങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ഈ പരീക്ഷ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇനി എന്നാണ് പിന്നീട് അടുത്ത പരീക്ഷ നടക്കുക? 2021 ജനറൽ VFA പരീക്ഷ നടന്നു. പക്ഷെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്കറിയാം NCA നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ നടന്നു. അത് 2024 പരീക്ഷ നടന്നത്. 2024 കഴിഞ്ഞ വർഷം. അപ്പോ 2024 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ 2024 NCA നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയെ സിലബസിൽ മാറ്റമുണ്ടായിരുന്നോ? ആ സിലബസ് പ്രകാരം എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടായിരുന്നോ? നമുക്ക് നോക്കാം. 2024 പരീക്ഷ നടന്നു. ഇത് ഞാൻ പറഞ്ഞു NCA നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്, സ്പെഷ്യൽ കാറ്റഗറിയാണ്. 049/2024. നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. 049/2024 കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷ. NCA നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതല്ല, സ്പെഷ്യൽ കാറ്റഗറി. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. VFA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാനുള്ള സുവർണാവസരം. 2024 നോട്ടിഫിക്കേഷൻ വന്നു. നോക്കുക, റവന്യൂ വകുപ്പ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഇത് ആർക്ക് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികവർഗക്കാർക്ക് മാത്രമുള്ള ഒരു നിയമനമാണ്. ST വിഭാഗക്കാർക്ക് മാത്രമുള്ളതായിരുന്നു ഈ പരീക്ഷ. ശമ്പളം നോക്കുക, 23,700 മുതൽ 52. ഞാൻ പറഞ്ഞില്ലേ ശമ്പളത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. 23,700 മുതൽ 52,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ കാണപ്പെടുന്നത്. നമുക്കറിയാം ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം എന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പോൾ ഇത് 2024 NCA നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് VFA പരീക്ഷയുടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിലബസിൽ മാറ്റമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, LDCയുടെ 10th ലെവൽ യോഗ്യതയുള്ള പരീക്ഷകൾക്കുള്ള ഒറ്റ പരീക്ഷ. അപ്പോൾ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്, ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയുമോ, അപേക്ഷിക്കാൻ കഴിയുമോ? കഴിയും. നമുക്ക് LGSന്റെ പരീക്ഷയ്ക്ക് മാത്രമാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അത് നമുക്കറിയാം. കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്കാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും എഴുതാം എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ പരീക്ഷയ്ക്കും ഗ്രാജുവേറ്റ്സിനോ നോൺ ഗ്രാജുവേറ്റ്സിനോ ഒക്കെ തന്നെ മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക്
അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനി 2024 ഒരു NCA നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന BFA പരീക്ഷയിലെ അതിന്റെ സിലബസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ സിലബസ് ആണ് നോക്കുക. റവന്യൂ വകുപ്പിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 049/2024 പരീക്ഷയുടെ വിശദമായ സിലബസ് നോക്കുക. പൊതുവിജ്ഞാനം കോമൺ GK ആണ് പാർട്ട് 1. അതിൽ ചരിത്രം ഹിസ്റ്ററി 5 മാർക്ക്. LDCയുടെ സിലബസ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചരിത്രം അതായത് വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാം കൂടി 5 മാർക്ക്. അതുപോലെ ജിയോഗ്രഫി ഭൂമിശാസ്ത്രം, അതും വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി എല്ലാം കൂടി 5 മാർക്കാണ്. അതുപോലെ മൂന്നാമത്തതാണ് ഇക്കണോമിക്സ് ധനതത്വശാസ്ത്രം. അത് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം മാത്രമേ ഉള്ളൂ, വേൾഡ് എക്കണോമി ഒന്നും അതിൻ്റെ അകത്തില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാമ്പത്തിക മേഖല അത് 5 മാർക്ക്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക് സിലബസിൽ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. പിന്നെയോ കേരളം ഭരണവും ഭരണ സംവിധാനവും, അതാ പറഞ്ഞ LDCയുടെ സെയിം പാറ്റേൺ. സിവിക്സ് ആണ് കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്. അപ്പൊ എത്രയായി? 10, 15, 20, 25 മാർക്ക്. ഇനി നോക്കുക, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ബയോളജി പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടത് 6 മാർക്കായി. 6 മാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക ശാസ്ത്രം ഫിസിക്സ് 3 മാർക്ക്, രസതന്ത്രം കെമിസ്ട്രി 3 മാർക്ക്. പിന്നെയോ കല, കായികം, സാഹിത്യം, സംസ്കാരം, കല, സംസ്കാരം, സാഹിത്യം, കായികം എന്നീ മേഖല എത്ര മാർക്ക്? 5 മാർക്ക്. അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എത്ര മാർക്ക്? 3 മാർക്കാണ്. സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടന്റ് ആക്ട്സ് അറിയാമല്ലോ. വിവരാവകാശ നിയമം, പോക്സോ നിയമം, മനുഷ്യാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം മുതലായ നിയമങ്ങൾ എത്ര മാർക്ക്? 5 മാർക്ക്. പിന്നെയോ കറണ്ട് അഫേഴ്സ് 20 മാർക്ക്. കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ്. ഇത്രയുമാണ് കോമൺ GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്നറിയപ്പെട്ട ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും. നമുക്കറിയാം സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി മുതലായ ഭാഗം എത്ര മാർക്ക്? 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സിലബസിലെ LDCയുടെ സെയിം പാറ്റേൺ. അപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ നോക്കണേ, ഏറ്റവും പുതിയ സിലബസ് ആണ്. 2024 NCA നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 049/2024 പരീക്ഷയുടെ ആ ഒരു സിലബസ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ചിത്രം വ്യക്തമല്ലേ? എന്താണ് നിങ്ങളുടെ ചിത്രം? റവന്യൂ വകുപ്പിന് കീഴിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. രണ്ടാമത് നല്ല മികച്ച ഒരു തസ്തികയാണ്. മൂന്നാമത് 2021 ശേഷം പിന്നീട് ഇതുവരെയും പൊതുവിഭാഗങ്ങൾക്ക് ഈ പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇന്നുവരെയും വന്നിട്ടില്ല. 2024 ഒരു പരീക്ഷ നടത്തിയത് പട്ടികവർഗ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം, ST വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു NCA നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ആ പരീക്ഷ നടന്നത്, സ്പെഷ്യൽ കാറ്റഗറി. അതുകൊണ്ട് ഈ പരീക്ഷ ഇനി എന്നാണ് നടക്കാൻ പോവുക? VFA പരീക്ഷ എന്ന് നടക്കും എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. എന്നായിരിക്കും നടക്കുക? ഉദ്യോഗാർത്ഥികളെ 2025 ഡിസംബർ മാസത്തോടുകൂടി ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ ഏജ് ഓവർ ആകുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസാന അവസരമാണ്. ആ അവസരം മിസ്സാകാതിരിക്കാൻ അവർക്ക് കൂടി അവസരം ഉറപ്പാക്കാൻ, അവസാനത്തെ അവസരം നൽകാൻ വേണ്ടി മിക്കവാറും പരീക്ഷകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ 2025 ഡിസംബറിൽ തന്നെ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. 2025 ഡിസംബർ. അപ്പോൾ VFAയുടെ നോട്ടിഫിക്കേഷനും 2025 ഡിസംബറിൽ വരാൻ പോകുന്നു. നോട്ടിഫിക്കേഷൻ വന്നാൽ 4 മുതൽ 6 മാസം വരെ ഗ്യാപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. പരമാവധി 4 മാസം. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസം 3 മാസം ഗ്യാപ്പാണ് പല പരീക്ഷകൾക്ക് ഉള്ളതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരട്ടെ, വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കവിടെ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇത് ഇപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ഏതൊക്കെയാണ്? നവംബർ, ഡിസംബർ 2 മാസങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നിങ്ങൾ സിലബസിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ പറഞ്ഞു LDCയുടെ സെയിം പാറ്റേൺ സിലബസ് 100 മാർക്ക്. ഇംഗ്ലീഷ്, മലയാളം, മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമെറ്റിക്, കറണ്ട് അഫേഴ്സ്, സുപ്രധാന നിയമങ്ങൾ, സിവിക്സ്
ഇക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉള്ള നിങ്ങളുടെ സെയിം പാറ്റേൺ സിലബസ് LDC പഠിക്കാൻ ഒരു പാടുമില്ല. ഇപ്പോഴേ നിങ്ങൾ സിലബസ് എടുത്തു വെച്ച് കൃത്യമായി പഠനം ആരംഭിക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പഠനം ആരംഭിക്കേണ്ട കാര്യമില്ല, ഇപ്പോഴേ ആരംഭിക്കുക. ഉദ്യോഗാർത്ഥികളെ, VFA പരീക്ഷയെ സംബന്ധിച്ച ഒരു സമഗ്രമായിട്ടുള്ള സിലബസിന്റെ അടിസ്ഥാനമാക്കിയുള്ള മുൻവർഷ ചോദ്യങ്ങളും വളരെ എക്സ്പെർട്സ് ആയിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ റൺ ചെയ്യുന്നുണ്ട്. പുതിയ കോഴ്സ് ഇത് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും VFA പരീക്ഷയെ സംബന്ധിച്ച മറ്റു സംശയങ്ങളോ അഡ്മിഷനെ സംബന്ധിച്ച ഇൻഫർമേഷനോ ഒക്കെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. VFA പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സൗജന്യമായ പഠന മെറ്റീരിയൽ നിങ്ങൾ ₹1 പോലും നൽകേണ്ടതില്ല. ₹1 പോലും നൽകാതെ സൗജന്യമായി PDF നോട്ടുകളും അതുപോലെ സൗജന്യ ക്ലാസ്സുകളും അതുപോലെ വെബിനാർ പോലെയുള്ളവയുടെ ലിങ്കുകളും എല്ലാം ലഭിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണിത്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ഇനി ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. പരീക്ഷകളുടെ കാലമാണ് അല്ലേ? നമുക്കറിയാം, ബെവ്കോ LDC വരാൻ പോകുന്നു, കമ്പനി ബോർഡ് LGS വരാൻ പോകുന്നു, യൂണിഫോം തസ്തികയിലേക്കുള്ള ഡ്രൈവർ തസ്തികയിലേക്ക് വരാൻ പോകുന്നു. എല്ലാ പരീക്ഷയും കൂടി ഇതാ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ആരംഭിക്കുക. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ ഇനി നിങ്ങൾക്കുള്ളതാണ്. റവന്യൂ വകുപ്പിന് കീഴിൽ VFA പരീക്ഷയ്ക്ക് തയ്യാറാകാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കഴിയട്ടെ. നമുക്കിനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം VFAയുടെ വിശദമായ സിലബസും ഒരു സ്റ്റഡി പ്ലാനുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഓഫ് യു.